ബസന്ത്, സ്കിൽ ഡെവലപ്മെന്റ്, അതുപോലെ തന്നെ പുതിയ സാങ്കേതിക വിദ്യകളിലെ ഇൻവെസ്റ്റ്മെന്റ് തുടങ്ങിയവ കൂടി പരിഗണിക്കുമ്പോൾ എന്തായിരിക്കും സമീപനം? പ്രത്യേകിച്ച് സാമ്പത്തിക സർവേ, പബ്ലിക് സ്പെൻഡിങ് കൂട്ടണം എന്നുകൂടി ആവശ്യപ്പെട്ടിരിക്കുന്ന സാഹചര്യത്തിൽ ഇപ്പോൾ നമുക്ക് ചൈനയുടെ ഉദാഹരണമുണ്ട്. അവർ എങ്ങനെയാണ് ചെലവ് കുറഞ്ഞ AI സാങ്കേതിക വിദ്യ ഡീപ് സീക്ക് വികസിപ്പിച്ച് പാശ്ചാത്യ ഓഹരി വിപണികളെ തന്നെ കൊളാപ്സ് ചെയ്യിച്ചത്, അല്ലെങ്കിൽ വലിയ ഒരു ഡിസ്റപ്ഷൻ ഉണ്ടാക്കിയത് എന്ന് നമുക്കറിയാം. അപ്പോൾ നമ്മുടെ അയൽ രാജ്യം കുതിക്കുകയാണ്. അപ്പോൾ പുതിയ മേഖലകളിൽ സർക്കാരായാലും സ്വകാര്യ മേഖലയായാലും ഇൻവെസ്റ്റ് ചെയ്യുക എന്നുള്ളത് പ്രധാനമാണല്ലോ. ഇതിനെയൊക്കെ ബൂസ്റ്റ് ചെയ്യുന്ന തരത്തിലുള്ള സമീപനം ആധുനിക ടെക്നോളജിയുമായി ബന്ധപ്പെട്ടൊക്കെ ഉണ്ടാവാനുള്ള സാധ്യത, ആ സമീപനത്തിന്റെ സാഹചര്യം എന്താണ്? സ്വാഭാവികമായിട്ടും ഈ നൂതന സാങ്കേതിക വിദ്യയുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും പ്രഖ്യാപനമെങ്കിൽ അത് ഈ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസുമായി ബന്ധപ്പെട്ട് തന്നെ ആയിരിക്കാനാണ് സാധ്യത. കാരണം കഴിഞ്ഞ ദിവസം അശ്വിനി വൈഷ്ണവ് പറഞ്ഞത് ഇന്ത്യ തനതായ ഒരു മോഡല് കണ്ടെത്തും എന്നുള്ളതാണ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസുമായി ബന്ധപ്പെട്ട്. അതായത് ചൈനയുടെ ഡീപ് സീക്ക് ആയിരുന്നാലും ChatGPT ആയിരുന്നാലും ഇതെല്ലാം നിലനിൽക്കുമ്പോഴും ഇന്ത്യയുടേതായ ഒരു മാതൃക ഇക്കാര്യത്തിൽ കണ്ടെത്തും. വരുന്ന ഒരു 10 മാസം നിങ്ങളൊന്ന് കാത്തിരിക്കൂ എന്നുള്ള ഒരു ടൈം ഫ്രെയിം, ഒരു ഡെഫിനറ്റ് ടൈം ഫ്രെയിമും മന്ത്രി പറയുകയും ചെയ്തിട്ടുള്ള ഒരു സാഹചര്യമുണ്ട്. അപ്പോൾ എന്തെങ്കിലും തരത്തിലുള്ള ഒരു നിക്ഷേപം അക്കാര്യത്തിൽ വരുന്നുവെങ്കിൽ അത് മിക്കവാറും അത് ഈ മേഖലയിൽ തന്നെ ആവാനാണ് സാധ്യത. അത് മിക്കവാറും ഒഡീഷയിലായിരിക്കും ഇതുമായി ബന്ധപ്പെട്ട ഡാറ്റാ സെന്ററുകൾ വരിക എന്നുള്ളൊരു സൂചനയാണ് കഴിഞ്ഞ ദിവസം അശ്വിനി വൈഷ്ണവ് നൽകിയത്. അങ്ങനെയാണെങ്കിൽ കൂടുതൽ ഒരു സർക്കാരിൻ്റെ ശ്രദ്ധ ആ മേഖലയിലേക്കായിരിക്കും വരുന്നത്. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ നൈപുണ്യ വികസനവുമായി ബന്ധപ്പെട്ട് ഒരു കോർ ഡെവലപ്മെന്റ് ഏരിയയാണ് നരേന്ദ്രമോദിയെ സംബന്ധിച്ചിടത്തോളം. BJP എന്നുള്ള ഒരു പാർട്ടിയെ മാറ്റിവെച്ചാൽ തന്നെ ഗുജറാത്തിൽ വളരെ വിദഗ്ധമായി അദ്ദേഹം നടപ്പാക്കിയതാണ് ഈ സ്കിൽ ഡെവലപ്മെന്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, അതുമായി ബന്ധപ്പെട്ട കേന്ദ്രങ്ങൾ. അപ്പോൾ അത് ദേശീയ തലത്തിൽ വ്യാപിപ്പിക്കുന്നതിന് ഒരു പ്രത്യേക മന്ത്രാലയം തന്നെ രൂപീകരിച്ച് സ്കിൽ ഡെവലപ്മെന്റുമായി ബന്ധപ്പെട്ട നടപടികൾ മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട്. ആ മേഖലയിലും കൂടുതൽ ശ്രദ്ധ വരും. പക്ഷേ നൂതന സാങ്കേതിക വിദ്യ നോക്കുകയാണെങ്കിൽ നൈപുണ്യ വികസനം ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് തന്നെയായിരിക്കും കേന്ദ്ര സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ ശ്രദ്ധാകേന്ദ്രമായി മാറാൻ പോകുന്നത്. അതിനുവേണ്ടിയുള്ള പ്രഖ്യാപനങ്ങൾ ധനമന്ത്രിയുടെ ഭാഗത്തു നിന്നുണ്ടാവും. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു 10 മാസത്തെ സമയം അശ്വിനി വൈഷ്ണവ് ചോദിച്ചിട്ടുണ്ട്. ഒഡീഷയായിരിക്കും ഇതിന്റെ ഡാറ്റാ സെന്ററുകൾ എന്നുള്ളൊരു സൂചനയും വരുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ വലിയൊരു നിക്ഷേപം ആ മേഖലയിൽ വരാം. ഒഡീഷ സ്വാഭാവികമായിട്ടും BJP ഇപ്പോൾ പിടിച്ചെടുത്ത ഒരു സംസ്ഥാനത്തിൽ ഒന്നുകൂടിയാണ് ഒഡീഷ. ഏറെക്കാലത്തെ ബിജു ജനതാദൾ ഭരണം അവസാനിപ്പിച്ച് BJP ഒറ്റയ്ക്ക് അധികാരത്തിൽ വന്ന ഒരു സംസ്ഥാനം കൂടിയാകുമ്പോൾ കിഴക്കൻ മേഖലയിലെ ഒരു വികസനം കൂടി ലക്ഷ്യമിട്ട് അവരവിടെ എന്തെങ്കിലും ഒരു പ്രഖ്യാപനത്തിനുള്ളൊരു സാധ്യതയാണുള്ളത്. അഭിലാഷ്, തീർച്ചയായും 10:58 ഇനിയിപ്പോൾ 2 മിനിറ്റിൻ്റെ കാത്തിരിപ്പ് മാത്രമാണ് ഉള്ളത്. ഇപ്പോൾ ഇൻഡസ്ട്രിയുടെ തന്നെ പ്രതികരണങ്ങൾ വന്നിട്ടുണ്ട്. ഇൻഡസ്ട്രി ഒരു ബൂസ്റ്റ് പ്രതീക്ഷിക്കുന്നുണ്ട്, സാധാരണക്കാരും ബൂസ്റ്റ് പ്രതീക്ഷിക്കുന്നുണ്ട്, കർഷകരും. അങ്ങനെ വലിയ പ്രതീക്ഷയുടെ ഭാരവുമായിട്ടാണ് നമ്മുടെയൊക്കെ പ്രതീക്ഷകളുടെ ഭാരം നിർമ്മലാ സീതാരാമൻ്റെ കയ്യിലുള്ള ആ പെട്ടിയിൽ, ചുവന്ന പെട്ടിയിലുണ്ട് നിർമ്മലാ സീതാരാമനെ. ഇപ്പോൾ നമുക്ക് കാണാം, ബജറ്റുമായി നിർമ്മലാ സീതാരാമൻ പാർലമെന്റിലേക്ക് എത്തിയിരിക്കുകയാണ്. അല്പസമയത്തിനകം ബജറ്റ് പ്രഖ്യാപനം ആരംഭിക്കും.